കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനങ്ങൾക്ക് മുസ്ലിം ലീഗിൽ പൊതു സ്വീകാര്യത കിട്ടുന്ന പതിവ് രീതിക്ക് മാറ്റം വരികയാണ്. രാജ്യസഭാ സീറ്റ് തീരുമാനം ഇതിന് അടിവരയിടുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ എതിർപ്പ് മറികടന്നാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് സീറ്റ് നൽകാൻ സ്വാദിഖ് അലി തങ്ങൾ തീരുമാനിച്ചത്. ചില നേതാക്കളുടെ ആശീർവാദത്തോടെയാണ് യുവ നേതാക്കൾ രാജ്യസഭാ സീറ്റിനായി കരുക്കൾ നീക്കിയത്. PM സലാമിന് സീറ്റ് നൽകണമെന്നായിരുന്നു MK മുനീർ പക്ഷത്തിന്റെയും ആഗ്രഹം. സലാം രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ഒഴിവ് വരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനം കണ്ണുവെച്ചും ചില നേതാക്കൾ നീക്കം നടത്തി. എന്നാൽ സ്വാദിഖ് അലി തങ്ങളുടെ തീരുമാനത്തിന് തടസ്സം നിൽക്കാൻ ലീഗിലെ മറ്റ് നേതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് കഴിഞ്ഞില്ല. രാജ്യസഭാ സീറ്റ് ഹാരിസ് ബീരാന് നൽകുന്നതിന് പ്രമുഖ വ്യവസായിയുടെ ഇടപെടലുണ്ടെന്ന സൂചനകളുമുണ്ടായിരുന്നു. ഇത് ചർച്ചയാക്കി തീരുമാനം അട്ടിമറിക്കാനുള്ള നീക്കവും വിജയിച്ചില്ല. ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകൻ, ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ ചേംബേഴ്സിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഹാരിസ് ബീരാൻ. ലീഗിലെ ഏക അധികാര കേന്ദ്രമാകുന്നതോടെ പാർട്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായും സ്വാദിഖ് അലി തങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. ലീഗിലെ കുഞ്ഞാലിക്കുട്ടി എന്ന അധികാര കേന്ദ്രത്തിനാണ് ഇത് വലിയ തിരിച്ചടിയുണ്ടാക്കുക. സമസ്തയുടെ വെല്ലുവിളി നേരിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് വലിയ വിജയമുണ്ടാക്കിയത് അധികാര പ്രയോഗത്തിന് സ്വാദിഖ് അലി തങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. നിയമസഭയിൽ മത്സരത്തിനിറങ്ങി പോരാടി വിജയിക്കൂവെന്നാണ് രാജ്യസഭാ സീറ്റിനായി രംഗത്തിറങ്ങിയ യുവ നേതാക്കളോട് സ്വാദിഖ് അലി തങ്ങളുടെ ഉപദേശം. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.